ഒന്നും കൂടി പൂർണ്ണമായിട്ട്. അപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടിൽ നിങ്ങൾ ആദ്യ ഭാഗത്ത് കണ്ട പിന്നിൽ എഴുതിയാൽ മതി. കാരണം ചിലപ്പോൾ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രയുടെ ഭാഗമായിരിക്കും എഴുതേണ്ട. അവസാനം എഴുതിയാൽ മതി. ഇന്ന് രാവിലെ വന്നത് എവിടെയാണ്. എല്ലാവരും ചായയിൽ കുടിച്ചല്ലോ. എന്തൊക്കെ പലഹാരം കഴിച്ചു? എന്താ കഴിച്ചത്? നിന്നോട് ഇരുന്ന് പറഞ്ഞാൽ മതി. എന്താ കഴിച്ച രാവിലെ? ദോശ. അടുത്ത ആളെന്താ കഴിച്ചേ? ദോശ. എല്ലാം ദോശയാണല്ലോ. ചോറാ കഴിച്ചു. നൂൽപുട്ട്. ചോറ്. ഇഡ്ലി. ചോറ്. കുറെ ആൾക്കാർ ചോറ് കഴിക്കുന്നുണ്ട് വയനാട്, പാലക്കാട്. ഞാൻ കണ്ണൂർക്കാരനാണ്. നമ്മള് ചോറ് ഇപ്പൊ എല്ലാവരും ഇപ്പൊ വീട്ടിലൊക്കെ തന്നെ ഇഡ്ലി, ദോശ, പൂരി, ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുകയാണ് അല്ലേ? ഒന്നും കഴിക്കാത്ത ആരുമില്ലല്ലോ. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അല്ലേ? ചോറാണ് നമ്മുടെ മുഖ്യാഹാരം അല്ലേ? ചോറാണല്ലോ മുഖ്യാഹാരം. എത്ര അരിയുടെ ചോറ് തിന്നും? നമ്മുടെ ശാസ്ത്രം പഠിക്കുന്ന എത്ര അരിയുടെ എത്ര അളവ് ചോറ് തിന്നും നമ്മുടെ ദിവസവും? എത്ര അരി വെക്കും വീട്ടില്? 1 ഗ്ലാസ്, 2 ഗ്ലാസ്, 3 ഗ്ലാസ് അങ്ങനെ പറഞ്ഞു അല്ലെ? നാഴിയ പണ്ടൊക്കെ പറയാം. ഇപ്പൊ അങ്ങനെ വീട്ടിൽ നാഴിയുണ്ടോ? അളക്കുന്ന നാഴിയുള്ള ആൾക്കാരെ കൈ വന്നിട്ടാണ് അരി അളന്നിട്ടാ ചോറിന് എടുക്കുക. അറിഞ്ഞൂടാ അല്ലെ? അമ്മയാണ്. എല്ലാവരും വീട്ടിൽ നാഴിയുണ്ട്. ഒക്കെ നന്നായി. അരി എവിടുന്നാ നമുക്ക് കിട്ടുന്നത്? അരി എവിടുന്നാ കിട്ടുന്നത്? ഞങ്ങളുടെ നാട്ടിൽ റേഷൻ പിടിയിൽ നിന്ന് കിട്ടുക, അല്ലെ ന്യായവില ഷാപ്പിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ മൂസക്കയുടെ പിടിയിൽ നിന്ന്, ഗോപാലേട്ടന്റെ പിടിയിൽ നിന്ന്. അത് എവിടുന്ന വരുന്നത്? പാലക്കാട് നിന്നാണ് അല്ലെ? നമ്മുടെ പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. പക്ഷെ എന്നാൽ പോലും കേരളത്തിൽ ആകെയുള്ള നെല്ലിന്റെ 15% നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ അരി നമ്മൾ റേഷൻ പിടിയിൽ നിന്ന് വാങ്ങുന്നു. 1 കിലോ അരി വാങ്ങിയാൽ എത്ര നാഴി ഉണ്ടാവും? നാഴിക്കാർ ഉണ്ടല്ലോ കുറെ. 1 കിലോ അരി വാങ്ങിയാൽ എത്ര നാഴി ഉണ്ടാവും? എപ്പം കടന്ന് നോക്കി ഞാൻ. നമ്മുടെ സമഗ്ര വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ എന്താ പറഞ്ഞത്? ചെയ്തു പഠിക്കുക അല്ലെ ഒക്കെയാണ് പറഞ്ഞത്. ആരും പറഞ്ഞില്ല. ഒരു ഊഹിച്ചു പറ. അങ്ങനെയാണല്ലോ. പിന്നെ ഊഹിച്ചിട്ടാണല്ലോ നമ്മളൊരു പ്രപ്പോസൽ ഇന്നാണ് എന്നെത്തിയിട്ട് പിന്നീട് നമ്മൾ അളന്ന് പഠിക്കാൻ വീട്ടിൽ പോയിട്ട് പഠിക്കാം. വേഗം പറയൂ. എത്ര? 4 നാഴി. 1 കിലോ അരി വാങ്ങിയാൽ 4 നാഴി ഉണ്ടാവും. വേറെ ആരെങ്കിലും എന്താ അഭിപ്രായം ഉണ്ടോ? ഇയാൾ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണമെന്നില്ല. 5 നാഴി. 5ന്റെ ആൾക്കാർ കൈ വന്നിച്ചാട്ടെ. കൈ ഒട്ടിക്കാൻ ഒരുപാട്. 5. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് 5 1 കിലോ ആണ് നമ്മൾ വാങ്ങുന്നത്. 1 കിലോ അരി എത്ര? 8 നാഴി. 4 നാഴിയുണ്ട്, 5 നാഴിയുണ്ട്, 8 നാഴിയുണ്ട്. നമ്മുടെ ഒരു പ്രപ്പോസലാണ്. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാകുക എന്നുള്ളത്. ഇനി വീട്ടിൽ പോയിട്ട് അളക്കണം. 1 കിലോ വാങ്ങിയിട്ട് അല്ലെ 2 കിലോ അരി കൊണ്ടുവന്ന അരി അന്ന് അളക്കണം. അപ്പൊ ഞാനതിൽ പോകുന്നില്ല. നമ്മുടെ ഇതിലേക്ക് പോകണം. 2.5 നാഴിയാണ് ഉണ്ടാവുക. 2.5 നാഴി അളന്നു. ഒരു മാഷ് പറയുന്നത് 2.5 നാഴിയാണ്. 1 കിലോ അരി വാങ്ങിയാൽ നമ്മുടെ നാട്ടിലെ അളവ് പാത്രമായിട്ടുള്ള വീട്ടിലെ അളവ് പാത്രമായിട്ടുള്ള നാഴിയിൽ 2.5 നാഴി ഉണ്ടാകും. ഞാൻ വേഗം പറഞ്ഞു പോവാം കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും. 1 കിലോ അരി എത്ര ഉണ്ടാവും? 1 കിലോ അരി 2.5 നാഴി. അപ്പൊ എന്റെ തിരിച്ചു ചോദ്യം, എന്നാൽ 1 നാഴി എത്ര കിലോ ആണ്? വളരെ ഉത്തരം പറഞ്ഞു. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് അതിലേക്ക് ഞാൻ മനസ്സിൽ ഇങ്ങനെ പോകണം. അത്തരം എത്രയാണ്? 1 കിലോ 2.5 നാഴിയാണെങ്കിൽ തിരിച്ചിട്ടായിരിക്കും 400 4. അതിന് നമ്മൾ 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. നമ്മളിങ്ങനെ പിരിക്കുകയാണ്. അതിനെ കഷ്ണിക്കുകയാണ്. അപ്പൊ 200ന്റെ കഷ്ണാക്കിയാൽ 5 എണ്ണം എടുത്താൽ അല്ലെ? അപ്പൊ 2 200 ചേർന്നതാണ് ഒരു നാഴി വരുന്നത്. അല്ലെങ്കിൽ 400 ഗ്രാമാണ് 1 നാഴി. ശരാശരി മനുഷ്യൻ 400 ഗ്രാം ധാന്യാഹാരം കഴിക്കണം. നമ്മളിപ്പോ ധാന്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രധാനമായിട്ട് അരിയേ ഉള്ളൂ. അപ്പൊ അച്ഛൻ അമ്മ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടാവും? അച്ഛൻ അമ്മ 2 പൊന്നു മക്കൾ, ഒരു പൊന്നും ഒരു മുത്തും.
അല്ലെ? ഒരു വല്യമ്മയോ ഒക്കെ ഉണ്ടാവും. വല്യച്ഛൻ നേരത്തെ മരിച്ചിട്ടുണ്ടാവും അല്ലെ? അച്ചാച്ചൻ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം, അച്ചാച്ചൻ വല്യച്ഛൻ എന്നൊക്കെയാ പറയാം. അച്ഛൻ, അമ്മ, 2 പൊന്നുമക്കൾ, ഒരു വല്യമ്മക്കുള്ള ഒരു ശരാശരി ഒരു കുടുംബത്തിൽ എത്ര അരിയുടെ ചോറ് വെക്കണം? 4 നാഴി ചേർന്നാൽ ഒരളവുണ്ട്, ഒരിടങ്ങഴി എന്ന് പറയാം അല്ലെ? 4 നാഴി ചേർന്നാൽ ഒരിടങ്ങഴി അരിയാണ്. അപ്പോൾ ഒരു ഇടങ്ങഴി അരിയുടെ ചോറ് വെക്കണം. വീട്ടിലൊക്കെ ഇത്രേ വെക്കുന്നത് പിന്നെ നോക്കിയാൽ മതി അത്രയുണ്ടോ. അപ്പൊ അതിന് കണക്കായ പണി നമ്മൾ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒറ്റ ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ നമ്മുടെ ഒരു പഠനത്തിന്റെ ഭാഗം. നമ്മുടെ എങ്ങനെയാണ് ജീവിക്കുന്നത്, എത്രയാണ് അരി കഴിക്കുന്നത്, ധാന്യാഹാരം കഴിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഇവിടെ ഇപ്പൊ നിങ്ങൾ അനുവർത്തിക്കുന്ന നിങ്ങളുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം. എല്ലാവർക്കും സുഖവും സന്തോഷമുള്ള അല്ലെ? എല്ലാവർക്കും സുഖവും സന്തോഷമുള്ള ഒരു നാടായിട്ട് നമ്മൾ മാറും. അതാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവർക്കും സുഖവും സന്തോഷം ഉണ്ടാകുന്ന ഒരു നാടായിട്ട് മാറുക. എങ്ങനെ മാറുക? അത് എല്ലാവർക്കും അരി എത്തണം അല്ലെ? അപ്പൊ എല്ലാവർക്കും സുഖവും സന്തോഷവും. അച്ഛൻ, അമ്മ, 2 പൊന്നുമക്കൾ. പണ്ടൊക്കെ ഇപ്പൊ എന്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും 8 മക്കളുണ്ടായിരുന്നു. എത്ര മക്കൾ? 8 മക്കൾ. ഇപ്പോൾ ഉള്ള ഒരാളോട് അല്ലെ, ഒരു പൊന്നുമോനെ കിട്ടി, ഒരു പൊന്നുമോളെ കിട്ടി, 3ാമത്തെ ആളെ പ്രസവിക്കണം എന്ന് പറഞ്ഞാല് എന്താ പറയാ അമ്മ അല്ലെ? നമ്മുടെ ഭാര്യ എന്താ പറയാ? എന്നോട് പറയാ രാഗവും പ്രസവിക്കുന്നത് മതി അല്ലെ? പണ്ട് ഒക്കെ ആൾക്കാരൊക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ 4 പേരുള്ള ഒരു കുടുംബത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതിലേറ്റവും പ്രധാനം അരി, ധാന്യാണ്. ഇത് വാങ്ങണമെങ്കിൽ എന്ത് വേണം? വാങ്ങണമെങ്കിൽ എന്ത് വേണം? പണം വേണം, സമ്പത്ത് വേണം. ഈ സമ്പത്ത് എല്ലാവർക്കും ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള ഒരു മാർഗങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഇപ്പൊ നമ്മുടെ പല പ്രവൃത്തിയാണ്. അധ്യാപകരാണ്, മറ്റു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് പരമ്പരാഗത വ്യവസായത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ. അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് സവിശേഷമായിട്ട് തങ്ങൾക്ക് എങ്ങനെയാണ് അരി വാങ്ങാൻ പറ്റുക എന്നാലോചിക്കുന്ന അവർക്ക് ഒരു ജീവനോപാധി, നമ്മൾ പറയുന്ന ലൈവ്ലിഹുഡ് എന്ന് പറയുന്ന ഒരു ജീവനോപാധി എന്ന രീതിയിൽ, പ്രത്യേകിച്ചിട്ടും പാലക്കാട് ജില്ലയിൽ നമ്മൾ പറയുന്ന മണ്ണുമായി ബന്ധപ്പെട്ട്, കളിമണ്ണ് ഉപയോഗിച്ച്, ഈ ഒരു മണ്ണ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു, ആ വിഭാഗത്തിൽ ഒരുപക്ഷെ കുശവ വിഭാഗം നേരത്തെ പറഞ്ഞിരുന്ന ആളുകൾക്ക് അവരെ എങ്ങനെയാണ് സഹായിക്കുക, അവർക്ക് എങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യ ഏറ്റവും മികച്ച രീതിയിലേക്ക് പാത്രം ഉണ്ടാക്കുക, പാത്രം എളുപ്പത്തിൽ ഉണ്ടാക്കുക, വേഗത്തിൽ. അതാണ് സ്പീഡ് വിത്ത് ആക്യുറസി. അതാണ് പുതിയ കാലത്ത്. വേഗത്തിൽ വളരെ കൃത്യമായിരിക്കണം. അതോടൊപ്പം അതിന് കുറച്ചുകൂടി അതിന്റെ മൂല്യങ്ങൾ കൂട്ടാൻ. ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന നമ്മുടെ പോട്ടറിയുടെ ഡിവിഷനിൽ നിങ്ങൾക്ക് ചെറിയ പാത്രത്തിന്റെ മോൾ, ചെറിയ കപ്പിന്റെ മോൾ ചിത്രങ്ങൾ വരച്ചു വെച്ചത് കാണാം. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഡെക്കോ പാഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് സമ്മാനം കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് അതിനെ ഒരു 20 രൂപക്ക് ഉണ്ടാക്കാവുന്ന ഒരു പാത്രത്തെ എങ്ങനെയാണ് ഒരു 100 രൂപയ്ക്ക് കൊടുക്കാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുക, അതിനെ നമ്മൾ പറയുന്നതിന്റെ മൂല്യവർദ്ധിത വസ്തുവാക്കി മാറ്റുക. അങ്ങനെയുള്ള ചില ആലോചനകളാണ് നടന്നിട്ടുള്ളത്. എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. രാമേന്ദ്രൻ മാഷ് ഇവിടെ ഉണ്ടോ? നമ്മുടെ ട്രെയിനിങ് കോർഡിനേറ്റർ രാമേന്ദ്രൻ മാഷാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ IRTCയെ സംബന്ധിച്ച് 2-3 കാര്യങ്ങൾ കൂടി പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ആ പേരൊന്നും കൂടി പറഞ്ഞാട്ടെ. ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്റർ, സാങ്കേതിക വിദ്യ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട്. ആർക്കെങ്കിലും ഗീതാഞ്ജലി അറിയാമോ? ആരാണ്? ഇയാൾ ഒച്ചത് പറഞ്ഞു. അവർക്ക് ഇയാൾ മാത്രം പറ. നീ തന്നെ. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രശസ്തമായ ഒരു പാട്ടോ ഗീതമോ ഒക്കെ പറയാമോ? അതിലേതെങ്കിലും വരികൾ അറിയാമോ? ഇവിടെയൊക്കെ ഓർമ്മയുണ്ടോ? രവീന്ദ്രനാഥ് ടാഗോറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്താ? ജനഗണമന പാടിയാലോ? ഒന്ന് ജനഗണമന പാടാം നമുക്ക്. യെസ്. ആരാ തുടങ്ങ? ജനഗണമന അതിനായക ജയ ഹേ പഞ്ചാബ് മറാത്ത ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധിതരംഗ
तब शुभ नामे जागे, तब शुभ आशीष मांगे, मांगे तब जय गागा। जन गण मंगलदायक जय हे भारत भाग्य विज्ञ विधाता। जय हे जय हे जय हे जय 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 हे. നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് ഈ അതിൽ ആ വരികളിലൊക്കെ നമ്മുടെ മനസ്സ് പോകണം. ഞാൻ ഗീതാഞ്ജലിയെ പറ്റിയാണ് പറഞ്ഞത്. ഗീതാഞ്ജലി ടാഗോറിന്റെ വളരെ പ്രശസ്തമായ അല്ലെ ഒരു ഒരു ഗീതത്തിന്റെ ഭാഗമാണ്. അതിലെ ചില വരികൾ നമ്മൾ ഓർമ്മിക്കാറില്ല. എവിടെ എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, എവിടെ വിജ്ഞാനം, സമയക്കുറവോട് ഞാൻ പറഞ്ഞു പോകണം, എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായി ആ വികലമായി വിരാജിക്കുന്നു നിത്യവും, ആ സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാടൊന്നുണരണി. ഇവിടെയാണ് അറിവും കഴിവും ഏറ്റവും നന്നായി സമ്മേളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മാറ്റമുണ്ടാകുന്നത്. അവിടത്തേക്ക് എൻ്റെ നാട് ഉണരണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര നമ്മുടെ അറിവും കഴിവും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടി നമ്മുടെ പ്രാദേശികമായിട്ടുള്ള അറിവുകൾ കഴിവുകൾ ഉണ്ടാക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് 1987 IRTC തുടങ്ങിയത്. ഇതുപോലെ തുടങ്ങിയത് 1987 IRTC തുടങ്ങിയത്. ഒരുപാട് ഡിവിഷനുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒറ്റൊരു കാര്യം പറഞ്ഞു മാത്രം ഞാൻ നിർത്താം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു സംസ്ഥാനം മേഘാലയ. യെസ്. പിന്നെ പറയൂ പറഞ്ഞു. ചിറാപ്പുഞ്ചി ഒരു സ്ഥലത്തിന്റെ പേര്. ഞാൻ സംസ്ഥാനങ്ങളാണ് ചോദിച്ചത്. ഒരു പേര് വന്നു, മേഘാലയ പറഞ്ഞു. വേറെ ഒരു സംസ്ഥാനം. കുറെ മഴ പെയ്യുന്ന കുറെ സ്ഥലം ഉണ്ടാവില്ലേ? ആസാം. പിന്നെ ഹിമാചൽ പ്രദേശ്. യെസ്. പിന്നെ സംസ്ഥാനങ്ങൾ ഒന്ന് പറഞ്ഞു നോക്ക്. അത് മിസോറാം. എല്ലാം അങ്ങ് വടക്കാം. കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം. അത് മറന്നുവരുത്. എവിടെ പോയാലും നമ്മൾ പറഞ്ഞല്ലേ, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. എത്രയാ മഴ കിട്ടുന്നത്? എത്രയാ മഴ കിട്ടുന്നത്? നിങ്ങളുടെ വീട്ടിലെ മഴ അളക്കാവോ? സ്കൂള് മഴ അളക്കാവോ? ഇവിടെ മഴയുടെ വെതർ സ്റ്റേഷൻ ഉണ്ട്. എത്രയാ മഴ ദിവസവും നമ്മൾ ഇങ്ങനെ അളന്നിട്ട് മഴയും ചൂടൊക്കെ അടക്കുന്നുണ്ട് വെതർ സ്റ്റേഷനിൽ. സച്ചിൻ രാമേന്ദ്രൻ എന്ന് വിളിക്കും. എങ്ങനെയാ മഴ അല്ലേ? വയനാട്ടിൽ വലിയ മഴ പെയ്തു അല്ലെ, വലിയ ദുരന്തം ഉണ്ടായി, ആളുകൾ മരിച്ചു. ഒരു മണിക്കൂറിൽ തന്നെ ധാരാളം മഴ പെയ്തു. എങ്ങനെയാ മഴയെ പറഞ്ഞ് എത്ര സെന്റിമീറ്റർ പെയ്ത്, എത്ര മില്ലിമീറ്റർ പെയ്ത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. വയനാട് പെയ്ത ഒരു മണിക്കൂറിൽ പെയ്ത മഴയുടെ അളവ് മില്ലിമീറ്റർ ആണ്, സെന്റിമീറ്റർ ആണ്. എത്ര മഴയാണ് കേരളത്തിൽ പെയ്യുന്നത് പൊതുവെ ശരാശരി? എത്ര? 300 സെന്റിമീറ്റർ. 300 സെന്റിമീറ്റർ. ഇയാളുടെ എത്ര ഉയരമുണ്ട്? ഇവിടെ വന്ന് നിൽക്കൂ. തിരിഞ്ഞു. അപ്പൊ ഇയാള് 1.5 എന്ന് വിളിക്കും അല്ലേ? അപ്പൊ ഇയാള് 1.5 മീറ്റർ. അപ്പൊ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 300 സെന്റിമീറ്റർ. 300 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 3 meters. അപ്പൊ എത്ര ഇയാളെ എത്ര വരെ ഉണ്ടാവും? ഇയാളുടെ പേര് ഒരു അശ്വതിനെ കൂടി ഇവിടെ വയ്ക്കൂ. ഒരു അശ്വതിയും കൂടി എടുത്തു. കേരളത്തിൽ പെയ്യുന്ന വർഷത്തിൽ പെയ്യുന്ന ശരാശരി മഴയുടെ അളവ് 2 അശ്വതിയാണ്. അപ്പൊ ഈ വെള്ളമൊക്കെ എവിടെയാ പോകുന്നത്? വെള്ളം സമ്പത്ത ലോകത്തിൽ ഇന്ന് ഇനി വരാൻ പോകുന്ന വലിയ ഏറ്റവും. ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലെ കിണറിൽ വെള്ളം ഇല്ല അല്ലെ? പലതും നമ്മുടെ യാത്ര പോകുമ്പോൾ കുപ്പി വെള്ളം വാങ്ങുകയാണ്.
ഈ വെള്ളത്തെ, കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഈ വെള്ളമാണ്. 3000 മില്ലിമീറ്റർ, 300 സെന്റിമീറ്റർ, 3 മീറ്റർ ഉയരത്തിലുള്ള വെള്ളം. ഈ വെള്ളം നമ്മളെന്താ ചെയ്യുക? മഴക്കാലത്ത് എല്ലാ വെള്ളവും മുറ്റത്തുട്ട പറമ്പിലൂടെ തൊടിയിലേക്ക് വിട്ട്, പുറത്തേക്ക് വിട്ട്, തോട്ടിലേക്ക് വിട്ട്, പുഴയിലേക്ക് വിട്ട്, പിന്നെ ആ കടലിലേക്ക് ആ വെള്ളത്തെ നമുക്ക് ഒന്നിങ്ങോട്ട് തിരിച്ചു പിടിക്കാം. ഒരാൾ ഓടിപ്പോവുകയാണ് അല്ലെ, ഒരാൾ ഓടിപ്പോവുകയാണ്. അയാളുടെ വേഗത കുറക്കാൻ എന്താ മാർഗം? ഒരാൾ ഓടി വാ, രണ്ടാമത്തെ ആൾ ഒന്നോട് അവിടെ നിങ്ങോട്ട് ഓട്. നീ അവളെ തടയും. ഹലോ അശ്വതി ഒന്നാള് ഓട്, അവളെ തടയണം. തടയ്. മെല്ലെ വന്നു തടഞ്ഞ്. അപ്പൊ എന്താ സംഭവിച്ചത്? ഓടുന്ന ആളെന്താ ചെയ്ത്? നടന്നു വന്നു. ഓടുന്നാള് നടന്നു വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ വെള്ളത്തെ സംഭരിക്കാനുള്ള ഒരു മാർഗം, നമ്മുടെ വയലൊക്കെ തോർന്നു പോവുകയാണ്. ചിലപ്പോൾ നെന്മാറയിലൊക്കെ വയലൊക്കെ ഉണ്ടാവും, പാലക്കാട് വയലുണ്ടാവും, ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂരൊക്കെ വയലയില്ല. ഈ വെള്ളത്തെ ഓടുന്ന വെള്ളത്തെ നടത്തിക്കണം. നമ്മുടെ ഇതൊരാശയമാണ്. ഓടുന്ന വെള്ളത്തെ നടത്തിക്കുക. നിങ്ങൾ വീട് ആലോചിച്ചാൽ മതി എന്താ എങ്ങനെയാ നടത്തിക്കുക സാധനം സംബന്ധിച്ച്. അപ്പൊ 3000 നമ്മളിപ്പോ പഠിച്ച കാര്യം എന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശമാണെന്ന് കേരളം. 3000 മില്ലിമീറ്റർ കിട്ടും, 300 സെന്റിമീറ്റർ ഉണ്ട്. വെള്ളം ഒഴുകിപ്പോവുകയാണ്. ആ വെള്ളത്തെ നമ്മുടെ സമ്പത്താണ്, സംഭരിക്കണം, സമാഹരിക്കണം. അതിനൊരു മാർഗം ഓടുന്ന വെള്ളത്തെ നടത്തിക്കലാണ്. അതിനുള്ള ഒരു ഡിവിഷൻ ഇവിടെയുണ്ട്. നമ്മൾ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ്. ആ വിഭാഗവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 1000 പഞ്ചായത്തുകളിൽ എങ്ങനെയാണ് വെള്ളം പോകുന്നത്, മഴ പെയ്യുന്നത് എന്ന് സംബന്ധിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വീണ്ടും IRTC വരാം. നിങ്ങളുടെ പഠനം നന്നായി പോകട്ടെ. ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ, ഉയർന്ന പഠനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അന്വേഷണവുമായി IRTC വരിക എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ബാക്കി രാമേന്ദ്രൻ മാഷ് കഴിഞ്ഞു.